അതൊരു 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് പിക്ക് ഏതാണെന്നാണ് പുള്ളി ചോദിച്ചിരിക്കുന്നത്. എൻ്റെ എപ്പോഴും പിക്ക് ജിക്സർ തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാണ് ജിക്സർ എൻ്റെ ബെസ്റ്റ് പിക്കാവുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ജിക്സറിൻ്റെ എഞ്ചിൻ. ഹോണ്ടയുടെ ഹോണറ്റിൻ്റെ എഞ്ചിൻ 162.1 cc ആണ്. ജിക്സറിന് 155 cc ആണ്. ഹോണറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 15.5 bhp ആണ്. എന്നാൽ ജിക്സർ ഉണ്ടാക്കുന്ന പവർ ക്ലോസ് ടു 14 bhp ആണ്. ഇവിടെ കൊണ്ട് ആ വ്യത്യാസം തീരുന്നു. ഹോണ്ടയുടെ എല്ലാ ബൈക്കുകളും പോലെ തന്നെ ഹോണ്ടയുടെ ഹോണറ്റും ചെറിയ RPM അല്ലെങ്കിൽ 5000 RPM താഴെ നല്ല സ്മൂത്താണ്. ഈ ഒരു സ്മൂത്ത്നെസ് 5000 RPM മേലോട്ട് കയറുമ്പോഴത്തേക്കും കുറഞ്ഞു വരുന്നു. നിങ്ങൾ ലോങ് ട്രിപ്പൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലവണ്ണം പെട്ടെന്ന് മടുപ്പടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഹോണ്ടയുടെ എനിക്ക് നേരത്തെ നമ്മുടെ ട്രിഗർ ഉണ്ടായിരുന്നു, യൂണീക്കോൺ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ വണ്ടികളെല്ലാം നമ്മൾ ലോങ് ട്രിപ്പിന് കൊണ്ടുപോകുമ്പോഴത്തേക്കും അസഹനീയമായ വൈബ്രേഷനായിട്ട് തോന്നും കുറേ ഓടി കഴിയുമ്പോഴത്തേക്കും. പക്ഷേ നിങ്ങൾ സുസുക്കി ബൈക്ക് ഇപ്പോൾ GS50 ആണെങ്കിൽ പറയണ്ട, ലോകം ഇന്ത്യ മൊത്തം ഓടിയാലും അത് വൈബ്രേറ്റ് ചെയ്യത്തില്ല. അത്രയ്ക്ക് സ്മൂത്താണ് എഞ്ചിൻ. സെയിം കേസ് തന്നെയാണ് ജിക്സറിൻ്റെ എഞ്ചിനിലോട്ടും വരുന്നത്. ഈ 155 cc എഞ്ചിൻ ഒരു മിറാക്കിൾ തന്നെ പറയാൻ പറ്റും. ഇത് നിങ്ങൾ എത്ര ഓടിച്ചാലും ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. അത്രയ്ക്ക് ട്യൂൺഡ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള എഞ്ചിനാണ് ജിക്സറിനകത്തിരിക്കുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കൗണ്ടർ ബാലൻസറിന്റെ വ്യത്യാസങ്ങളാണ്. ഹോണ്ടയ്ക്കകത്തും കൗണ്ടർ ബാലൻസർ ഉണ്ട്, ജിക്സറിനകത്ത് കൗണ്ടർ ബാലൻസർ ഉണ്ട്. പക്ഷേ ഹോണ്ടേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ് ടൈപ്പ് ഓഫ് കൗണ്ടർ ബാലൻസറാണ് ജിക്സറിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വൈബ്രേഷൻ ഒന്നും സാധനമേ ഇല്ല. ചെറിയ RPM എഞ്ചിൻ ഉണ്ടാകുന്ന സ്മൂത്ത്നെസ് നിങ്ങൾ ആ എഞ്ചിൻ ഏറ്റവും ടോപ്പ് എത്ര കിലോമീറ്റർ വരെ കയറുമോ ആ ഫുൾ സ്പീഡ് കുത്തി പിടിച്ചാലും വൈബ്രേഷൻ ഹാർഡ്ലി നോട്ടീസബിൾ ആണ്. എന്നാൽ ഹോണ്ട എഞ്ചിന്റെ കേസ് എന്ന് വെച്ചാൽ ഒരു 5000-6000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് 5000-6000 RPM കഴിയുമ്പോഴത്തേക്കും സ്മൂത്ത്നെസ് പോയിട്ട് ചെറിയ ബസ്റ്റിംഗ് വൈബ്രേഷൻസ് തുടങ്ങും, പ്രത്യേകിച്ച് കാലിൽ, ഫുഡ് പെക്സിലും ഹാൻഡിൽ ബാർസിലും. സോ എഞ്ചിൻ എപ്പോഴും ജിക്സറാണ് എനിക്കിഷ്ടം. സെക്കൻഡ്, സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടും വലിയ ബൈക്കുകളുടെ ചെറിയ കോപ്പിയാണ്. CB700Fന്റെ സ്റ്റൈലിംഗ് ആണ് ഹോണറ്റിനെങ്കിൽ ജിക്സറിന്റെ GS